ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി മലയാളത്തിൻ മണിമുറ്റത്ത് സ്വപ്നം നെയ്യാൻ സ്വർഗം തീർക്കാൻ മലയാളിക്കൊരു സൂപ്പർ ബമ്പർ, മലയാളിക്കൊരു സൂപ്പർ ബമ്പർ. മനം നിറച്ച് കൈ നിറച്ച് കൈയടിച്ച് കപ്പടിച്ച് ചിരി നിറച്ച് കണ്ണിറച്ച് പൊടി പാറിയ പൊടി പൂര സൂപ്പർ ബമ്പർ. Super Bumper co-powered by Parle Hide and Seek Choco Chip Cookies. ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി മലയാളത്തിൻ മണിമുറ്റത്ത്. നമസ്കാരം. സി കേരളം സൂപ്പർ ബമ്പറിലേക്ക് സ്വാഗതം. നമ്മള് ചിന്മയ ആർട്സ് ആൻഡ് സയൻസ് വുമൻസ് കോളേജ് ചാലയിലാണുള്ളത്, കണ്ണൂർ ജില്ലയിൽ. പെൺകുട്ടികൾക്ക് ഇത്രയും നല്ല കയ്യടിക്കാനും കൂവാനും ബഹളം വെക്കാനും അറിയാമോ എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. ഒന്നുകൂടെ കേട്ടോളൂ. ആരോ എന്താ പേരെന്താ? അപൂർവ. അപൂർവ. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് അമ്മ, അനിയൻ. അമ്മയും അനിയനും ഉണ്ട്. അപ്പൊ അടുത്തൊരാൾ ഇവിടുത്തെ പെണ്ണ്. എന്താണ് പേര്? അനേക. അനേക. വീട് എവിടെയാ അനേക? തളാപ്പ്. തളാപ്പ്. തളാപ്പ് എന്ന് പറഞ്ഞ ഇവിടുത്തെ സ്ഥലത്തിന്റെ ഒരു പേരാണ് കേട്ടോ. പല സ്ഥലത്തും ഇവർ കണ്ണൂരിലെ പ്രത്യേകത അല്ലേ. മോടെ വീട് എവിടെയാന്ന് പറഞ്ഞേ? തലശ്ശേരി. തലശ്ശേരി തളാപ്പ്. വീട്ടിലാരൊക്കെയുണ്ട്? അച്ഛൻ, അമ്മ. അച്ഛൻ, അമ്മ. എന്തിനാ പഠിക്കുന്നത്? ഫസ്റ്റ് ഇയർ ആണോ? ഫൈനൽ ഇയർ. ഏതാണ്? ഏത് കോഴ്സാണ്? BBA ആണ്. പാട്ട് പാടുമെന്ന് എനിക്ക് തോന്നുന്നു. പാടും അല്ലേ? രണ്ടുപേരും അഞ്ഞു പിടിച്ചാലോ? तू आता है सीने में जब जब सांसें भरती हूँ, तेरे दिल की गलियों से मैं हर रोज गुजरती हूँ. कौन तुझे यूं प्यार करेगा जैसे मैं करती हूँ. അടിപൊളി. സൂപ്പർ. അടുത്തയാള് എന്താ പേര്? അർച്ചന. അർച്ചന. പേരെന്താ? തസ്ലിമ. തസ്ലീമ. തസ്ലീമ വീട് എവിടെയാ? മാങ്ങാട്ടിടം, കൂത്തുപറമ്പ്. ഓക്കെ. അടുത്തയാള് നീതു. നീതു. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് അച്ഛൻ, അമ്മ, അനിയത്തി. അനിയത്തി. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് കലാകാരന്മാരുള്ള കോളേജാണ്, കലാകാരികളുള്ള കോളേജ്. വിളിക്കുന്നു ഒരു കലാകാരി. എന്താ കലാകാരിയുടെ പേര്? സന ഉൽ റഹ്ല. സെന ഉൽ റഹ്ല. സെന ഉൽ റഹ്ന. എന്തിനാ പഠിക്കുന്നത് ഇവിടെ? ഞാൻ ഇവിടെ സെക്കൻഡ് M.Com ലാസ്റ്റ് ഇയർ ആണല്ലേ. ഒരു മാപ്പിളപ്പാട്ട് പാടും. റെഡി ആയിട്ട് നിൽക്കുകയാണ്. കേൾക്കാം നമുക്ക്. കടക്കണ്ണിൻ മുന കൊണ്ട് നെഞ്ചിനകം വെട്ടി പിടിച്ചൊരു പെണ്ണാളെ, എന്റെ പിടയ്ക്കുന്ന കരളുള്ളിൽ മുഹബത്തിൻ മധുരത്തെ ഒലിപ്പിച്ച കണ്ണാളെ, എന്നെ കുടുക്കിയ പൂമോളെ, അരയെന്ന പിട പോലെ കുണുങ്ങി നീ നടക്കും, അരളിപ്പൂ മിഴികൊണ്ടൻ കവിതകൾ കുറിക്കും, അതുകൊണ്ടൻ മനസ്സാകെ പത പത പതയ്ക്കും, കരിമിഴിയുടെ നോട്ടം കണ്ടാൽ കനലാകെ കനലാട്ടം, പെണ്ണെ അടിവെച്ച് കുഴനടി അരികിൽ നീ അടുക്കുമ്പോൾ അകതാരിൽ മിന്നാട്ടം, മനുഷ്യനെ കറക്കണ്ട വിളയാട്ടം. ചിന്മയ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ സൂപ്പർ ബമ്പർ കളിക്കേണ്ട സമയമായി. പൊടിപാറിയ പൊടിപൂരം തുടങ്ങട്ടെ. 5 കണ്ടസ്റ്റന്റ് സ്വാഗതം ചെയ്യുന്നു ചിന്മയുടെ ആ പുലിക്കുട്ടികളെ. 5 പേര്. ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി മലയാളത്തിൻ മണിമുറ്റത്ത് സ്വപ്നം നെയ്യാൻ സ്വർഗം. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖായിരിക്കണം. പേരെന്താണ്? കീർത്തന. കീർത്തന. കീർത്തന ഇവിടെ എന്തിനാണ് പഠിക്കുന്നത്? കീർത്തന BCA, തേർഡ് BCA ആണ്. ഓ, സപ്പോർട്ടുണ്ടല്ലേ? ഭയങ്കര പുലിയാണ് ഇവിടുത്തെ. അങ്ങനെയൊന്നുമില്ല. അടുത്ത് തന്നെയാണോ വീട്? അല്ല, എവിടെയാണ്? തളിപ്പറമ്പില. തളിപ്പറമ്പിൽ നിന്ന് ഇങ്ങോട്ട് ഒരുപാട് ദൂരം ഉണ്ടോ? ഒരു 40 minutes. ഓക്കെ. നമ്മുടെ ഈ കോളേജിന്റെ ഒരു പ്രത്യേകത എന്തൊക്കെയാ? ഇവിടുത്തെ പ്രോഗ്രാംസ് കിട്ടില്ലാണ്. ഏതായാലും നമുക്ക് നോക്കാം ഇവിടുത്തെ പ്രോഗ്രാംസ് കിടിലാണോ നമുക്ക് നോക്കാം. അടുത്ത ആളുടെ പേര്? ഗായത്രി. ഗായത്രി. ഗായത്രിയുടെ വീട്? കൊട്ടിയൂർ. അങ്ങോട്ടാ. കൊട്ടിയൂര്. കൊട്ടിയൂര് ഒരു ഭയങ്കര ഫേമസ് ആ ക്ഷേത്രമൊക്കെ ഉണ്ടല്ലേ? കൊട്ടിയൂർ ക്ഷേത്രമൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ല? അതിന്റെ അടുത്താണോ? ഓക്കെ. വീട്ടിൽ വേറെ ആരും? അനിയനാണോ? അനിയത്തി, അച്ഛൻ, അമ്മ. അനിയത്തി, അച്ഛൻ, അമ്മ. എന്താണ് പേര്? അഹന. എന്താണ്? അഹന. അഹന എന്തിനാ പഠിക്കുന്നത്? സെക്കൻഡ് BBA.
സെക്കൻഡ് BBA. ഓക്കെ, സുഖമാണ്. അതെ. വീട്ടിലാരൊക്കെയുണ്ട്? അച്ഛൻ, അമ്മ, അനിയൻ, പിന്നെ അച്ഛമ്മയും ഞാൻ. അടുത്ത ആള് പേരെന്താണ്? ജുമാന. ജുമാന. ജുമാന എന്തൊക്കെയുണ്ട്? ജുമാനയുടെ ഹെയർ സ്റ്റൈൽ നല്ല രസമുണ്ട് കേട്ടോ, അല്ലേ? അപ്പൊ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഉമ്മ ഉണ്ട്, ഉപ്പ ഉണ്ട്, അനിയനുണ്ട്. എവിടെ വീട്? കുറുവ. എന്തിനാ പഠിക്കുന്നത് ഇവിടെ? 3rd ബയോടെക്. കുറുവ എന്ന് പറഞ്ഞ എവിടെയാണത്? SM കോളേജിന്റെ ബാക്കിൽ. ഓക്കെ ഓക്കെ, സുഖമായിട്ടിരിക്കുന്നല്ലേ? എങ്ങനെ ഇവിടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ടോ? പൊതുവെ ഈ പ്രകൃതമാണ് പാവമായിട്ടൊക്കെ നിൽക്കും. അതെങ്ങനെയാ പുള്ളിക്കാരി? എങ്ങനെയാ, പാവാണോ? പാവാ? അത് അഭിനയിക്കുന്നതാണോ? ചാനലിൽ വന്നപ്പോഴത്തേനും ചാനലിൽ പോയതായിട്ട് അഭിനയിക്കുന്നതാണോ? അല്ല, പാവം കുട്ടിയാണ്. സ്വന്തമായിട്ടങ്ങ് പറഞ്ഞു ഞാൻ പാവ കേട്ടോ. സ്വന്തം സർട്ടിഫിക്കറ്റ് കിട്ടിയ ആളാണ്. ഓക്കെ, അടുത്ത ആള് ശ്വേത. ശ്വേത. ശ്വേത എന്തൊക്കെയുണ്ട് ശ്വേത വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഇവിടെ എന്തിനാ പഠിക്കുന്നത്? ഞാൻ 2nd ബയോടെക്കിന്. ബയോടെക്. ഓക്കെ, എന്തായാലും ഇത്രയും പുലി കുട്ടികളാണ് നമുക്ക് വന്നിട്ടുള്ളത്. സൂപ്പർ ബമ്പർ കളിക്കുവാനായിട്ടുള്ള സമയമായിരിക്കുകയാണ്. ഏതായാലും സൂപ്പർ ബമ്പറിന്റെ നിയമാവലികൾ പ്രേക്ഷകർക്കായിട്ടൊന്ന് പറയുകയാണ്. സൂപ്പർ ബമ്പറിൽ 6 റൗണ്ടുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ആദ്യത്തെ റൗണ്ടിൽ 120 സെക്കൻഡാണ് സമയം. 1000 രൂപയാണ് വിജയിക്ക് സമ്മാനമായി കിട്ടുന്നത്. രണ്ടാമത്തെ റൗണ്ടിൽ 100 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 2000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. മൂന്നാമത്തെ റൗണ്ടിൽ 80 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 3000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. നാലാമത്തെ റൗണ്ടിൽ 60 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 5000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. അഞ്ചാമത്തെ റൗണ്ട് 40 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 10000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. ആറാമത്തെ റൗണ്ട് 20 സെക്കൻഡാണ് സമയം. സൂപ്പർ ബമ്പർ റൗണ്ട്. വിജയിയെ കാത്തിരിക്കുന്നത് സൂപ്പർ ബമ്പർ പ്രൈസായ 25000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 10000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. അപ്പോൾ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ നമ്മൾ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ചോദ്യത്തിന് ആദ്യമായിട്ട് ഉത്തരം പറയുന്ന ആൾക്കായിരിക്കും സൂപ്പർ ബമ്പർ കളിക്കാനുള്ള അവസരം ലഭിക്കുന്നത്. ചോദ്യം ശ്രദ്ധിക്കുക. ഉത്തരം അറിയാവുന്നവർ ആദ്യം കൈവെക്കുക. ചോദ്യം ഇതാണ്: സംവൃത അഭിനയിച്ച ആദ്യ മലയാള ചിത്രം ഏതാണ്? വെരി ഗുഡ്. എന്താണ് ഉത്തരം? രസികൻ. രസികൻ. തീർച്ചയായിട്ടും സി കേരള സൂപ്പർ ബമ്പറിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഗായത്രിയെ. അപ്പൊ എന്തായാലും നമുക്ക് ഗെയിമിലേക്ക് പോകാം. പക്ഷേ അതിനു മുമ്പ് ഇവിടെ 2 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇവിടെ ഗായത്രിക്ക് കളിയിൽ ജയിക്കണമെങ്കിൽ ഇവിടെ ഒരു പണിപ്പെട്ടിയുണ്ട്. പണിപ്പെട്ടിയും വേറൊരു പണപ്പെട്ടിയുണ്ട്. നമുക്ക് പണപ്പെട്ടിയും പണിപ്പെട്ടിയും കൊണ്ട് എടുത്താലോ? റെഡിയാണോ? റെഡിയാണോ? പോരട്ടെ. പണപ്പെട്ടിയും പണിപ്പെട്ടിയും. അത് പണി കിട്ടിയില്ലോ. ഇത് 8ന്റെ പണിപ്പെട്ടി ആയി പോയിട്ടോ. താങ്ക് യു സോ മച്ച്. ഞാൻ ലൈഫിൽ ഓർമ്മ വെച്ചിട്ട് ആദ്യമായിട്ടാണ് കേക്ക് കട്ട് ചെയ്യുന്നത്. സത്യമായിട്ട് പറഞ്ഞാൽ ഞാൻ ഇതുവരെ കേക്ക് കട്ട് ചെറുപ്പത്തിലൊക്കെ ചെറിയ പ്രായത്തിലൊക്കെ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ഇവിടെ കേക്ക് കട്ട് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായത്. അത് തീർച്ചയായിട്ടും ഞാൻ ഒരുപാട് നന്ദി പറയുകയാണ് എൻ്റെ കുഞ്ഞ് അനിയത്തിമാരോടെല്ലാം, അതുപോലെ തന്നെ ടീച്ചേഴ്സിനോട്, പിന്നെ സി കേരളം സൂപ്പർ ബമ്പറിൻ്റെ ചങ്കുകളായ എൻ്റെ ചങ്ങായിമാരോടെല്ലാം. ഗായത്രി, അപ്പോൾ പണി എനിക്കിട്ട് തന്നെയാണ് കിട്ടിയത്. അപ്പോൾ സൂപ്പർ ബമ്പർ കളിക്കുവാനായിട്ട് ഗായത്രി റെഡി ആയിട്ട് നിൽക്കുകയാണ്. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടില്ലേ? അപ്പോൾ ഇവിടെ ഒരു പണപ്പെട്ടിയും ഒരു പണിപ്പെട്ടിയും. പണി ആദ്യം എനിക്കിട്ട് കിട്ടിയെങ്കിൽ തന്നെയും ആദ്യത്തെ പണിപ്പെട്ടിയിൽ നിന്ന്
പണി ഗായത്രിക്കുള്ളത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ പണിയിൽ ജയിച്ചാൽ മാത്രമേ ഗായത്രിക്ക് 1000 രൂപ ഉറപ്പുള്ള സമ്മാനം കിട്ടുകയുള്ളൂ. ശേഷം തുടർന്ന് ഗെയിം കളിക്കാൻ പറ്റുകയുള്ളൂ. ഏതായാലും ഗായത്രിക്കുള്ള ആദ്യത്തെ പണി എന്താണെന്ന് നോക്കാം. യെസ്, വന്നോളൂ. ഗെയിമിന്റെ പേരാണ് ബൗൺസിംഗ് ബോൾ. ഗായത്രി, ഗെയിം റെഡി ആയിട്ടുണ്ട്. ഗായത്രിക്കുള്ളത് ബൗൺസിംഗ് ബോൾസ് ആണ്. ഏതായാലും എന്താണെന്നറിയോ ബൗൺസിംഗ് ബോൾസ്? കയറി നിൽക്കുക, ബോൾ എടുക്കുക, ഇവിടെ ഇട്ട് ബൗൺസ് ചെയ്ത് ഈ ബാസ്ക്കറ്റിൽ ഇടുക. മനസ്സിലായോ? ഞാൻ ഇട്ട പോലെ അല്ല ഇടണ്ടേ, എറിഞ്ഞ് അതിനകത്ത് ഇടണം. 5 ബോളാണ് 120 സെക്കൻഡിനുള്ളിൽ ഇടേണ്ടത്. ഈ കളിയിൽ ജയിച്ചാൽ ഉറപ്പുള്ള ആദ്യത്തെ സമ്മാനം 1000 രൂപയാണ് ഗായത്രിയെ സൂപ്പർ ബമ്പറിൽ കാത്തിരിക്കുന്നത്. ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഗെയിം സ്റ്റാർട്ട്. ശ്രദ്ധിച്ച്, വളരെ ശ്രദ്ധിച്ച്. യെസ്, ഓരോ ബോൾ പതുക്കെ, തിരിഞ്ഞു വേണ്ട. യെസ്, ഓരോ ബോൾ എടുത്ത് അങ്ങനെ വെറുതെ അറിയില്ലേ. ആഹാ, കോഴി അറിയണോ? വെരി ഗുഡ്. യെസ് യെസ്, 20 സെക്കൻഡ് കഴിഞ്ഞു. പതിയെ, സാവധാനം, തിരിഞ്ഞു വേണ്ട. യെസ് യെസ്, വെരി ഗുഡ്. യെസ്, 35 സെക്കൻഡ് കഴിഞ്ഞു. ഗായത്രി പതുക്കെ, സാവധാനം. 40 സെക്കൻഡ് കഴിഞ്ഞു. ഗായത്രി, യെസ് യെസ്. 50 സെക്കൻഡ് കഴിഞ്ഞു. ഗായത്രി കോഴിയാണ് എറിയുന്നത്. വെരി ഗുഡ്. ഒരെണ്ണം കൂടി, ഒറ്റ ബോൾ. 60 സെക്കൻഡ് കഴിഞ്ഞു. ഗായത്രി ശ്രദ്ധിച്ച്. യെസ് യെസ് യെസ്, 50 സെക്കൻഡിനുള്ളിൽ ഒറ്റ ബോൾ ഇട്ടാൽ മതി. ഗായത്രി ശ്രദ്ധിച്ച്. യെസ് യെസ്. 120 സെക്കൻഡ് ആയിരുന്നു നമുക്ക് ഗെയിം പൂർത്തീകരിക്കാൻ വേണ്ടത്. പക്ഷേ 70 സെക്കൻഡിനുള്ളിൽ അതിവിദഗ്ധമായിട്ട് 5 ബോളാണ് ഗായത്രി എന്ന ഗായു ഇട്ടിരിക്കുന്നത്. നല്ലൊരു കയ്യടി. ഗായത്രി, എനിക്ക് ഈ 1000 രൂപ കിട്ടിയതിലല്ല ഇത്ര സന്തോഷമായി. ഇവരുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞാണല്ലോ, ഒരു രക്ഷയില്ല. ഭയങ്കര സപ്പോർട്ട്. ഇവരാണ് എന്റെ സപ്പോർട്ടാണ് എന്റെ കോൺഫിഡൻസ്. മൊത്തം തെറ്റി വരിക. ആനന്ദാശ്രു. ഏതായാലും ഗായത്രിക്ക് 1000 രൂപ കൊടുക്കുകയാണ്. സി കേരളം സൂപ്പർ ബമ്പർ ഇന്ന് ചിത്രീകരിക്കുന്നത് ചിന്മയിലാണ്. ചാല, കണ്ണൂർ ജില്ലയിൽ ചാല എന്ന് പറയുന്നുള്ള ചിന്മയ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, വുമൻസ് കോളേജാണ്. ഇവിടെയാണ് ചിത്രീകരണം നടക്കുന്നത്. ആദ്യത്തെ നമ്മുടെ വിന്നർ എന്ന് പറയുന്നത് ഗായത്രിയാണ്. ഗായത്രിക്ക് ഉറപ്പുള്ള സമ്മാനം 1000 രൂപ. പെട 1000 രൂപയാണ് ഗായത്രിക്കുള്ള സമ്മാനം. താങ്ക് യു ഗായത്രി. 1000 രൂപ കിട്ടി. സൂപ്പർ ബമ്പർ കളിക്കാനാണ് ഗായത്രി വന്നിരിക്കുന്നത്. 2000 രൂപയുടെ കളിയിലേക്ക് ഗായത്രി പോകുന്നുണ്ടോ? ഉണ്ട്. തീർച്ചയായിട്ടും 2000 രൂപയുടെ ഗെയിം എന്ന് പറയുന്നത് 3000 രൂപയുടെ ഗെയിമിലേക്കുള്ള എൻട്രിയാണ്. 2000 രൂപയുടെ ഗെയിമിൽ ജയിച്ചാൽ മാത്രമേ 3000 രൂപയുടെ ഗെയിമിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഉറപ്പല്ലേ? കാര്യങ്ങളെല്ലാം മനസ്സിലായി. ഗായത്രിക്ക് കാര്യം മനസ്സിലായി, ഇവർക്ക് കാര്യം മനസ്സിലായി, നിങ്ങൾക്ക് കാര്യം മനസ്സിലായി. കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കട്ടെ. A short break. Super Bumper, co-powered by Parley Hide and Seek Choco Chip Cookies. Welcome back to C Kerala Super Bumper. ഗായത്രി, 2000 രൂപയുടെ കളിയിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഗായത്രി റെഡിയാണെന്ന് പറഞ്ഞു. എന്തായാലും നമുക്ക് അടുത്ത കളിയിലേക്ക് പോവാം, അല്ലേ? രൂപയുടെ കളിയാണ് കളിക്കുവാനായിട്ട് ഗായത്രി എത്തിയിട്ടുള്ളത്, അല്ലേ? അറിയണ്ട ഗെയിം ഏതാന്ന്? പറയാം അടുത്ത ഗെയിം ഏതാന്ന്. അതിനു മുമ്പേ ഇവിടുത്തെ പുലിക്കുട്ടികളുടെ ഒരു നല്ല പെർഫോമൻസ്.
എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ്? സൂപ്പർ ആയിരുന്നോ ഗായത്രി? അടിപൊളിയായിരുന്നു. 8ന്റെ പണി വരുന്നുണ്ട്. ഗായത്രിക്കുള്ള അടുത്ത ഗെയിമിന്റെ പേരെന്താണെന്നറിയോ? സ്കെയിൽ ത്രാസ്. ഗായത്രിക്കുള്ള ഗെയിം റെഡി ആയിട്ടുണ്ട്. സ്കെയിൽ ത്രാസ് ആണ്. 2 ഗ്ലാസ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ മുകളിൽ ഒരു സ്കെയിൽ വെക്കണം. എന്നിട്ട് അതിന്റെ മുകളിൽ ഓരോ ഗ്ലാസ് കൂടെ വെക്കണം. മനസ്സിലായോ? ഇനിയാണ് പണി. ചെറിയൊരു പണിയേ ഉള്ളൂ. ഈ 2 വിരൽ ഉപയോഗിച്ച് ഇതിങ്ങനെ എടുത്തുകൊണ്ട് എൻ്റെ കയ്യിൽ ഉണ്ടെന്ന് സങ്കല്പിച്ചോളൂ കേട്ടോ. കൊണ്ടുപോയി നേരെ കൊണ്ടുപോയി ഇപ്പറേ വെക്കുക. മനസ്സിലായോ? എത്ര സെക്കൻഡാണ് സമയം? 100 സെക്കൻഡാണ് ഈ ഗെയിമിനുള്ള സമയം. 2 എണ്ണം വെക്കണം. അതുപോലെ ഇതാണ് സ്കെയിൽ ത്രാസ് എന്നുള്ള നമ്മുടെ ഗെയിം. അപ്പൊ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. 100 സെക്കൻഡാണ് സമയം. 2000 രൂപയുടെ ഗെയിമാണ് ഗായത്രി കളിക്കാൻ പോകുന്നത്. ഗെയിം സ്റ്റാർട്ട്. അതിവിദഗ്ധമായി ഗായത്രി ശ്രദ്ധിച്ച് കൈയടിക്ക. 10 സെക്കൻഡ് കഴിഞ്ഞു. ഗായത്രി ശ്രദ്ധിച്ച. വെരി ഗുഡ്, വെരി ഗുഡ്. ബാലൻസ് ചെയ്യും മോളെ. ഓ ഓ അപ്പ് 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 അപ്പ്. 20 സെക്കൻഡ് കഴിഞ്ഞു. വെരി ഗുഡ്, വെരി ഗുഡ്. ശ്രദ്ധിച്ച. 30 സെക്കൻഡ് കഴിഞ്ഞു. പെട്ടെന്ന് ചെയ്തു, ചെയ്യൂ ചെയ്യൂ. യെസ്. 40 സെക്കൻഡ് കഴിഞ്ഞു. ഗായത്രി ശ്രദ്ധിച്ച്. 50 സെക്കൻഡ് കഴിഞ്ഞു. ഗായത്രി കളയല്ല, ശ്രദ്ധിച്ച്. ഗായു ഗായു. ആ ആ ഓ പെട്ടെന്ന് പെട്ടെന്ന്. യെസ്, എടുത്തോളൂ എടുത്തോളൂ. 70 സെക്കൻഡ് കഴിഞ്ഞു. ഗായത്രി 30 സെക്കൻഡേ ബാക്കിയുള്ളൂ. 80 സെക്കൻഡായി. ഓ ഗായത്രി പെട്ടെന്ന് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക. 10 seconds. 10 9 8 7 6. 2000 രൂപയുടെ ഗെയിമിലാണ് ഗായത്രി വിജയിച്ചിരിക്കുന്നത്. 3000 രൂപയുടെ ഉറപ്പുള്ള സമ്മാനമുള്ള കളിയാണ് അടുത്ത കളി. കളിക്കാൻ തയ്യാറല്ലേ? തയ്യാറാണ്. കളിക്കാൻ തയ്യാറാണ്. 3000 രൂപയുടെ ഗെയിം തുടങ്ങാൻ സമയമായി. ഗായത്രിക്കുള്ള 8ന്റെ പണി ഏതാണെന്ന് നമുക്ക് നോക്കാം. ഗായത്രിയെ കാത്തിരിക്കുന്ന ഗെയിം സിമ്പിൾ ആയിട്ടുള്ള ഗെയിമാണ്. വളരെ എളുപ്പമുള്ള ഒരു കുഞ്ഞു ഗെയിമാണ്. ഗെയിമിന്റെ പേരാണ് സൂചിത്തട്ട്. സൂചിത്തട്ട് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ആദ്യം ഇവിടെ ഒരു 1.5 കുപ്പി ഇരിപ്പുണ്ട്. കുപ്പിയിൽ സൂചി ഇറക്കി വെക്കുക. അതിൻ്റെ മുകളിൽ ഈ ഗ്ലാസ് റെഡിയാക്കി ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ചാൽ പോരാ, കറക്റ്റായിട്ട് വെക്കണം. ഞാൻ വെച്ച പോലെയല്ല. അതിൻ്റെ മുകളിൽ ഈ ബോൾ ഫിക്സ് ചെയ്ത് വെക്കുക. ഇതുപോലെ 6 ഗ്ലാസ്സുകളാണ് ഇവിടെ ഇരിക്കുന്നത് ഗായത്രി. ഈ 6 ഗ്ലാസ്സുകളിലും ഗായത്രി ഇതേപോലെ ഫിക്സ് ചെയ്ത് വെക്കണം. 80 സെക്കൻഡാണ് ഗായത്രിക്കുള്ള സമയം. ഉറപ്പുള്ള 3000 രൂപയുടെ സമ്മാനമാണ് ഗായത്രി കാത്തിരിക്കുന്നത്. അപ്പോൾ സൂചിത്തട്ട് തുടങ്ങാം. ഗെയിം സ്റ്റാർട്ട്. സൂചിത്തട്ട്. യെസ്, വളരെ ശ്രദ്ധിച്ച് ബാലൻസ് ചെയ്ത് സാവകാശം ചെയ്യണം. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി. ഓ മോളെ ശ്രദ്ധിച്ച് ചെയ്യും മോളെ. നിങ്ങളുടെ കയ്യടിയാണ് ഗായത്രിയുടെ ബലം എന്ന് പറയുന്നത്. ഗായത്രിക്ക് ബലമില്ലെങ്കിലും 15 സെക്കൻഡ് കഴിഞ്ഞു. ഗായത്രി എവിടെയെങ്കിലും ബാലൻസ് കിട്ടും, അവിടെ ശ്രദ്ധിച്ച് ചെയ്യുക. യെസ്, മുപ്പത് സെക്കൻഡ് കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങളൊന്ന് കൈയടിച്ചേ. ഗായത്രി ശ്രദ്ധിച്ച്. വാ, വെരി ഗുഡ്. ഓക്കെ, ഫൈൻ ഫൈൻ, അത് കുഴപ്പമില്ല, ഫിക്സ് ചെയ്താണ്. അമ്പത് സെക്കൻഡ് കഴിഞ്ഞു. യെസ്,
60 സെക്കൻഡ് കഴിഞ്ഞു. 70 സെക്കൻഡ് കഴിയാൻ പോകുന്നു. കൗണ്ട് ഡൗൺ ആരംഭിക്കേണ്ടതുണ്ട്. 10 0. എന്തായാലും സാരമില്ല മോളെ കേട്ടോ. ഇതൊന്നും അല്ല, ഞാനിതൊന്നും പ്രതീക്ഷയില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഇതുവരെ നമ്മൾ പ്രതീക്ഷിച്ചില്ല. എന്തായാലും ഒരുപാട് സന്തോഷമായി. വെറും കൈയോടെ എല്ലാം മടങ്ങുന്നത് 1000 രൂപയായിട്ടാണ് മടങ്ങുന്നത്. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഓക്കെ, നമുക്കെന്തായാലും സൂപ്പർ ബമ്പർ തുടരേണ്ടതായിട്ടുണ്ട്. ഇനി കാത്തിരിക്കുന്ന 4 കണ്ടസ്റ്റന്റ് ഇവിടെയുണ്ട്. സ്വാഗതം ചെയ്യാം നമുക്ക് ആ 4 കണ്ടസ്റ്റന്റുകൾ. 5 പുലിക്കുട്ടികളായിരുന്നു ഇവിടെ വന്നത്. ഒന്നിനെ നമ്മൾ പറഞ്ഞു വിട്ടു. ഇനി 4 പേരൂടെ ഉണ്ട്. 4 പേരിൽ ആരാണ് കളിക്കാൻ വരുന്നതെന്ന് എനിക്കറിയില്ല. ശ്രദ്ധിച്ചു കേൾക്കുക. എൻ്റെ ചോദ്യം, ദിലീപ് നായകനായ കല്യാണ രാമൻ എന്ന സിനിമയിൽ ദിലീപ് അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേര് എല്ലാവർക്കും അറിയാം. പക്ഷേ ചോദ്യം ഇതാണ്, അതിൽ ഇന്നസെന്റ് അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേരെന്താണ്? മിസ്റ്റർ പോഞ്ഞിക്കര. സ്വാഗതം ചെയ്യാം സി കേരളം സൂപ്പർ ബമ്പറിലേക്ക് കീർത്തനെ. ആദ്യത്തെ ഗെയിമിലേക്കാണ് നമ്മൾ പോകുന്നത്. എത്രയാണ് സമ്മാനം ജയിച്ചാൽ? ഉറപ്പുള്ള 1000 രൂപയാണ് കിട്ടുന്നത്. അതെ, കീർത്തനയ്ക്കുള്ള ഗെയിം ഏതാണെന്ന് നോക്കാം. റെഡി? 1000 രൂപയുടെ ഗെയിമാണ് കളിക്കുവാൻ വേണ്ടി പോകുന്നത്. കീർത്തനയ്ക്കുള്ള ആദ്യത്തെ ഗെയിം ഏതാണെന്ന് അറിയണ്ടേ? പറയാം. അതിനു മുന്നേ സി കേരള സൂപ്പർ ബമ്പറിൽ a short break. Super Bumper, co-powered by Parley Hide and Seek Choco Chip Cookies. Welcome back to സി കേരളം സൂപ്പർ ബമ്പർ. കീർത്തനയ്ക്കുള്ള ഗെയിം ഇവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. കീർത്തനയ്ക്കുള്ള ഗെയിം എന്താണെന്ന് അറിയണം. കീർത്തനയെ കൊണ്ട് ഗെയിം കളിപ്പിക്കണം, നമുക്ക് പ്രൈസ് കൊടുക്കണം. അതിനു മുന്നേ ചിന്മയിലെ കുട്ടികളുടെ നല്ലൊരു പെർഫോമൻസ്. മഴനീർത്തുള്ളികൾ തനുനീർമുത്തുകൾ കണുവായി പെയ്തിടും കനവായി തോന്നിടും വെൺശങ്കിലെ ലയഗാന്ധർവമാ ഞാൻ നിന്റെ താരങ്കിൽ ഇടയ്ക്കുനാടത്തിൻ തുള്ളിൽ ഞാൻ കതിരിടും മോഹത്തിൻ കൊണ്ടോടമാ മഴനീർത്തുള്ളികൾ തനുനീർമുത്തുകൾ തണുവായി പെയ്തിടും കനവായി തോന്നിടും രാമേഘം പോൽ വിന്താരം പോൽ ഞാനെന്റെ അകലിൽ നിൽക്കൂ ശ്രീരാഗമായി ചുണ്ടിലെ കണ്ഠയിൽ അലിഞ്ഞിടും ഈ ചന്ദ്രലേഖയെന്തിനോ കാത്തു നിന്നോർത്തുവോ മഴനീർത്തുള്ളികളെ തണ്ണീർമുത്തുകൾ കണുവായി പെയ്തിടും കനവായി തോന്നിടും
മുത്തുകൾ തണുവായി പെയ്തിടും കനവായി തോന്നും സംഗീതേ ലയതാന്ധർവമായി ഞാൻ നിന്റെ താരംഗിൽ ഇതളിടുന്നാളത്തിൻ തുള്ളിയാൻ കതിരിടും മോഹത്തിൻ പൊന്നോളമായി മഴനീർത്തുള്ളികൾ തരുനീർമുത്തുകൾ കണുവായി പെയ്തിടും കനവായി തോന്നിയിടും. കീർത്തനയ്ക്കുള്ള അടുത്ത ഗെയിം റെഡി ആയിട്ടുണ്ട്. അടുത്ത ഗെയിമിന്റെ പേരാണ് കൺകെട്ട്. കീർത്തനയ്ക്കുള്ള ഗെയിം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഗെയിമിന്റെ പേര് കൺകെട്ട് എന്നാണ്. കീർത്തന 4 കൂട്ടുകാരെ കൂടെ വിളിക്കോ ഈ ഗെയിമിന് വേണ്ടി. മലയാളിക്കൊരു സൂപ്പർ ബമ്പർ, മലയാളിക്കൊരു സൂപ്പർ ബമ്പർ. അപ്പോൾ ഗെയിമിന്റെ മാനദണ്ഡം നിങ്ങൾക്കായിട്ടൊന്ന് പറയുകയാണ്. ഇവിടെ ഒരു സ്തൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു പച്ച ഗ്ലാസ്, അതിന് മുകളിൽ ഒരു മഞ്ഞ പ്ലേറ്റ്, പിന്നെ ഒരു റെഡ് ഓറഞ്ച് ഗ്ലാസ്, അതിൻ്റെ മുകളിലൊരു സ്മൈലി. അപ്പോൾ ഈ സ്മൈലി ഞാൻ കുട്ടികളിലേക്ക് തരികയാണ്. പിടിച്ചോളുക. ഇനി ഈ ഗെയിം തുടങ്ങാൻ പോകുമ്പോൾ കീർത്തനയുടെ മുഖത്ത് ഈ മാസ്ക് ഉണ്ടാവും. മാസ്ക് അണിഞ്ഞോളൂ കീർത്തന. എന്താ രസം കാണാൻ അല്ലേ, നല്ല ഭംഗിയുണ്ട്. ഇനി അതെല്ലാം നിങ്ങളിവിടെ തിരിച്ചു വെച്ചു, അതഴിക്കണ്ട. ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കീർത്തന ഇത് നിങ്ങളുടെ നിന്ന് വാങ്ങുന്നു. ഇത് ആദ്യം എങ്ങനെ ഇരുന്നോ അതുപോലെ സ്റ്റാർട്ട് ചെയ്യുക. ആദ്യം അടിയിൽ പച്ച കളറുള്ള ഗ്ലാസ് വരണം. ഈ സ്തൂപം അതേപടി ഉണ്ടാക്കണം. മനസ്സിലായോ? ഓക്കെ അല്ലേ? കൂട്ടുകാരികൾ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളിത് തുടങ്ങാൻ പോവുകയാണ്. നിങ്ങളിത് കറക്റ്റായിട്ട് കൊടുക്കണം. പക്ഷേ ഈ സപ്പോർട്ട് ചെയ്ത് ഞാൻ വന്നവരുടെയും മുഖത്ത് ഇതേപോലെ മാസ്ക് ഉണ്ടാവും. കുഴപ്പമില്ലല്ലോ. റെഡി? അണിഞ്ഞോളൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. പക്ഷേ ഏറ്റവും അടിയിൽ ഇരുന്നത് ഏത് ഗ്ലാസ് ആയിരുന്നു? പച്ച ഗ്ലാസ്. പച്ച ഗ്ലാസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എവിടെയോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബോൾ ഒരാളുടെ കൊടുത്തിട്ടുണ്ട്. പാത്രം വേറെ ആളുടെ കൊടുത്തിട്ടുണ്ട്. റെഡ് ഓറഞ്ച് ഗ്ലാസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വാങ്ങിക്കോളൂ. വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഏറ്റവും അടിയിൽ ഏത് ഗ്ലാസ് ആണ് വേണ്ടത്? പച്ച ഗ്ലാസ്. ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പച്ച ഗ്ലാസ് ആയിരിക്കണം കീർത്തനയ്ക്ക് കൊടുക്കേണ്ടത്. റെഡിയല്ലേ കീർത്തനെ? പുറത്തുനിന്ന് നിങ്ങളും അനൗൺസ് ചെയ്തോളൂ. അപ്പോ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഗെയിം കൺകെട്ട്. Yes. Yes, yeah, very good. Yes. Very good support. Very good support. Very good. Very good. Very good. Yes. Yes. Very good. Very good. Very good. Kolam. Yes. 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 പതുക്കെ മോളെ. Very good. Yes. 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 Go. Very good. കീർത്തനയുടെ ആദ്യത്തെ ഗെയിം ആയിരുന്നു ഇത്. 1000 രൂപ ഉറപ്പുള്ള സമ്മാനം. കീർത്തനെ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിക്ക് ഒരു പഞ്ചില്ലല്ലോ. സപ്പോർട്ട് ഉണ്ടായിരുന്നല്ലേ? നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. എങ്ങനെയുണ്ടായിരുന്നു? രക്ഷപ്പെടും തോന്നിയായിരുന്നു? അത് ഇവരുള്ളോണ്ട് എന്തായാലും രക്ഷപ്പെടുന്നു. അതാണ്. ഇവരുള്ളതുകൊണ്ട് എന്തായാലും രക്ഷപ്പെടും. അതാണ്. അപ്പൊ ചങ്കുകളാണല്ലേ എല്ലാം? അതാണ്. അപ്പൊ നമുക്ക് 1000 രൂപ ആദ്യത്തെ സമ്മാനം തരണം അല്ലേ? അതാണ് അത്യാവശ്യം. 1000 രൂപ കീർത്തനയ്ക്ക് കൊടുക്കാം. പക്ഷേ അതിനു മുമ്പ് ഇവിടുത്തെ ഒരു വലിയ ഗ്രൂപ്പിന്റെ ഒരു വലിയ പെർഫോമൻസ്. നീ കുഞ്ചങ്ങൾ കുയിൽ പാടും
എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ പെർഫോമൻസ്? അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഏതായാലും നമുക്കിനി കടമുണ്ട്. എത്ര രൂപയാണ് കടം? 1000 രൂപ കടമുണ്ട്. ആ കടം തീർക്കാം. ഓക്കെ, വന്നോളൂ. സൂപ്പർ ബമ്പറിലെ ആദ്യത്തെ ഗെയിം ആയിരുന്നു. കീർത്തന 1000 രൂപയാണ് നേടിയിരിക്കുന്നത്. അടുത്ത ഗെയിമിലേക്ക് പോവാം. കീർത്തനയ്ക്ക് അടുത്ത ഗെയിമിൽ ഇവരൊക്കെ സപ്പോർട്ട് ഉണ്ടാവുമോ? ഉണ്ടാവും. 2000 രൂപയുടെ ഗെയിമാണ്. അതായത് 3000 രൂപയുടെ ഗെയിമിലേക്കുള്ള എൻട്രി ആണിത്. നമുക്ക് 3000 രൂപയുടെ ഗെയിമിലേക്ക് പോകാനുള്ള 2000 രൂപയുടെ ഗെയിം കളിക്കാം. എടുത്തോളൂ. കീർത്തനയ്ക്കുള്ള ഗെയിം 3000 രൂപയിലെ ഗെയിമിലേക്ക് പോകാനുള്ള കളിയാണ്. അതായത് 2000 രൂപയുടെ ഗെയിമാണ് കളിക്കാൻ പോകുന്നത്. ഗെയിമിന്റെ പേരാണ് എറിഞ്ഞോ പിടിച്ചോ. കീർത്തനയ്ക്കുള്ള ഗെയിം ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. കണ്ടോല്ലോ, ഗ്ലാസ്സിനകത്ത് ബോളുണ്ട്. ബോള് എറിഞ്ഞോ പിടിച്ചോ എന്നാണ് നമ്മുടെ ഗെയിമിന്റെ പേര്. ഇവിടെ ഈ ഗ്ലാസ്സിനകത്തുള്ള ബോള് നേരെ ഇറങ്ങിയ ബോളിൽ തട്ടി താഴെ വരുന്നു. സിംഗിൾ ബൗൺസിൽ ക്യാച്ച് ചെയ്യുക. ഗ്ലാസ്സിനകത്ത് ക്യാച്ച് ചെയ്യുക. ശേഷം ഇത് ടേബിളിൽ കൊണ്ടുപോയി വെക്കുക. ഇങ്ങനെ 15 ഗ്ലാസ്സുകളാണ് നിറയ്ക്കേണ്ടത്, എറിഞ്ഞിട്ട് പിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവില്ലേ? എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നേ? അയ്യടി പോരാ. അഞ്ഞു പിടിച്ചോ. പ്ലാൻ ചെയ്ത് ചെയ്യുമ്പോളെ ശ്രദ്ധിച്ച് 20 സെക്കൻഡ് കഴിഞ്ഞു. യെസ്, വെറുതെ എടുത്തെറിയരുത്, ശ്രദ്ധിച്ച് ചെയ്യണം. യെസ്, യെസ്. അയ്യോ, വോളിബോൾ അല്ല കളിക്കേണ്ടത്. യെസ്, വെരി ഗുഡ്, വെരി ശ്രദ്ധിച്ച് ചെയ്യാ. നോ പ്രോബ്ലം, ടെൻഷൻ വേണ്ട. യെസ്, വെരി ഗുഡ്. യെസ്, എനർജി കീപ്പ് ചെയ്യാ. യെസ്, യെസ്, ശ്രദ്ധിക്കുന്നില്ല. 60 സെക്കൻഡ് കഴിഞ്ഞു. 40 സെക്കൻഡ് കൂടെ ബാക്കിയുണ്ട്.
ബോൾ തീർന്നുകൊണ്ടിരിക്കുകയാണ്. യെസ്, 40 സെക്കൻഡ് ബാക്കി. യെസ് യെസ്, 20 സെക്കൻഡ് ബാക്കി. ബോൾ യെസ്, കൗണ്ട് ഡൗൺ തുടങ്ങിയാണ്. 10. എന്ത് പറ്റി? ടെൻഷൻ കൂടുതലായിരുന്നു. എന്തിനാ ടെൻഷൻ എടുത്ത്? എന്തിനാ എയിം ചെയ്യാൻ പറ്റുന്നുണ്ടായി എയിം ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. പക്ഷെ ഇതിനു മുമ്പ് കളിച്ചപ്പോഴൊക്കെ കറക്റ്റ് എയിം ആയിരുന്നല്ലോ. ഓവർ കോൺഷ്യസ് ആയി. ഓവർ കോൺഷ്യസ് ആയിപ്പോയി, ഗെയിം ജയിക്കുമോ എന്നുള്ള ടെൻഷനായി പോയി. അതുകൊണ്ട് ഇല്ല, ഒരു 3 പന്തെങ്കിലും ഇല്ല ഇടാമായിരുന്നല്ലോ, ഇടാമായിരുന്നു. അപ്പം എന്ത് പറ്റി? എയിം ചെയ്യാൻ പറ്റിയില്ല, ലക്ഷ്യത്തിലെത്താൻ പറ്റിയില്ല. ഓക്കെ, സാരമില്ല. കൺഗ്രാജുലേഷൻ. ഇതുവരെ 1000 രൂപയാണ് കിട്ടിയിരിക്കുന്നത് കീർത്തനയ്ക്ക്. സന്തോഷം, താങ്ക് യു. നമ്മൾ കണ്ണൂർ ചാല ചിന്മയ ആർട്സ് ആൻഡ് സയൻസ് വുമൺസ് കോളേജിലായിരുന്നു ഇന്നത്തെ സൂപ്പർ ബമ്പർ ഷൂട്ട് ചെയ്തത്. പതിവിന് വിപരീതമായി തന്നെ പറയേണ്ടി വരും. ഒരു രക്ഷയുമില്ലാത്ത സപ്പോർട്ടാണ് സൂപ്പർ ബമ്പറിന് ഇവിടെ നിന്ന് കിട്ടിയത്. എന്തായാലും കലാലയങ്ങൾ തേടി, നാട് തേടി, നഗരം തേടി വരികയാണ് ഞങ്ങൾ സൂപ്പർ ബമ്പറുമായി. അതുവരേക്കും വിട പറയുന്നു നിങ്ങളുടെ സ്വന്തം സൂരജ് പാലക്കാരൻ.